പ്രിയങ്കരായ സമരഭടന്മാരെ, സുഹൃത്തുക്കളെ, വളരെ പ്രയാസകരമായിട്ടാണ് ഈ ഒരു സമര പരിപാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ ഏത് സമരത്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ സ്വന്തം കുടുംബത്തോട് മറുപടി പറയാൻ പറ്റാത്ത ഗതികേടിലാണ് ബാലുശ്ശേരിയിലെ ജനത എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. തകർക്കാൻ ഞങ്ങളെ തടയാൻ നിൽക്കുന്ന പോലീസുകാർ ഇന്ന് എന്തായിരുന്നു സമരം എന്ന് ചോദിച്ചാൽ എന്താണ് സമരമെന്ന് വിശദീകരിക്കാൻ പറ്റാത്ത ഗതികേടിലാണ് പിണറായി വിജയന്റെ പോലീസ് ബന്ധത്തിൽ ഞങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ട്. എന്താ പ്രിയമുള്ളവരെ സംഭവിക്കുന്നത്? ഞങ്ങൾ അദ്ദേഹത്തിന് 4-5 ദിവസമായി ആകാശം ഓടി നടക്കുക. പീഡനം. ഞങ്ങൾ ഏറ്റവും ലളിതമായി പറയുന്നു, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് വയലിൽ കൊടുത്താൽ വരമ്പത്ത് കിട്ടുമെന്ന. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് പറയുന്നത് ഉള്ളിയേരിയിൽ കൊടുത്താൽ ഉള്ളിയേരി കൊടുക്കുന്നില്ല, ഞങ്ങൾ ബാലുശ്ശേരി തരിക. എന്റെ സഖാക്കളെ നിങ്ങൾ പറയുന്നത് ഉള്ളിയേരി എത്ര ദിവസമാ പെറ്റി കിടന്നത്? എവിടെ പോയി? അനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഉള്ളിയേരി ബസ് സ്റ്റാൻഡിൽ പരസ്യമായി നട്ടുച്ചയ്ക്ക് ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ജയിലിലടച്ച പോലീസ് സേനയുടെ ആർച്ചനവിയുടെ പോയി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചോദിക്കുക. ഒരു ഭാഗത്ത് ഒപ്പമൊരു നീതി, ഇപ്പോഴത്തെ മറ്റൊരു നീതിയാണോ? എവിടെ നേരത്തെ ജയ്സൽ പറഞ്ഞു, ഞങ്ങൾ പൊതുപ്രവർത്തകരാ, പ്രശ്നങ്ങൾ ഇടപെടും, മധ്യസ്ഥമാക്കും. അതിന് സമയമുണ്ട്. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ഞങ്ങൾ പോകും. രാത്രി 2 മണിക്ക് പട്ടോളി ബസാറിലും കാറിൽ കൂടി തലയിൽ മുണ്ടിട്ട് CPM-ന്റെ ഏരിയ സെക്രട്ടറി പോകുന്നത് എങ്ങോട്ടാ? പട്ടോളി ബസാറിലെ സാംസ്കാരിക നായകന്റെ പ്രകടിക്കുക. സാംസ്കാരിക നായകൻ മാത്രമല്ല, എഴുത്തുകാരനാ, മലയാളത്തിലെ ആളുകളെ സംഘടിപ്പിക്കുന്ന ആളാ, അളകാപുരിയിൽ താമസമുണ്ടാക്കിയ ആളാ, ചേതന കലാ സാംസ്കാരിക വേദി ഉണ്ടാക്കി ചെറുപ്പക്കാരെ നല്ലതിലേക്ക് കൊണ്ടുവരുന്ന ആളാ. അയാൾക്കൊരു മോനുമുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളുടെ മകനായിരുന്നു ഇത് സംഭവിച്ചത് എങ്കിൽ നിങ്ങൾ എന്ത് പണിയായിരുന്നു എടുക്കുക? ഇവിടെ ആരാം ചമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേല് അല്ല പ്രിയപ്പെട്ട സഖാക്കളെ. അങ്ങനെ നട്ടപ്പാതിരയ്ക്ക്